ഹലോ. ചാപ്റ്റർ 7 മേര ബച്പൻ. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡേയ്സ്. നിങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളാണല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന ഈ കാലത്തിനാണ് നിങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഓരോരുത്തരും വളർന്ന് വലുതായി വലിയ ആളായിട്ട് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വയസ്സായ ആളായിട്ട് തിരിച്ച് ഈ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരിക? ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന കളികളും നിങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും ഒക്കെയാണല്ലേ ഓർമ്മ വരുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റോറിയുടെ ഓഥർ ആയിട്ടുള്ള പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിലെ ഓർമ്മകളെ പറ്റി എഴുതിയതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. കാരണം പഴയ കാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ശ്രദ്ധയോടെ നോക്കണം. ഹായ് ബച്പൻ, തേരെ യാദ് നഹി ഭൂൽത്തി. ആ, ഈ ഒരു ലേഖകന്റെ കുട്ടിക്കാലം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയാണ്, ഹായ് ബച്പൻ, ഹായ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്, തേരി യാദേ നഹി ഭൂൽത്തി. ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക. അപ്പൊ നഹി ഭൂൽത്തി ഞാൻ ഒരിക്കലും മറക്കില്ല. വ കച്ചാ ടൂട്ടാ ഘർ. അദ്ദേഹം പഴയ കാലത്ത് താമസിച്ചിരുന്നത് ഇന്നത്തെ പോലെ വലിയ കോൺക്രീറ്റ് വീടുകളിലൊന്നും ആയിരുന്നില്ല. കച്ചാ ടൂട്ടാ ഘർ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയത്, ഓല മേഞ്ഞതൊക്കെ ആയിട്ടുള്ള വീടായിരിക്കും. വ പയാൽക്ക ബിച്ചോന. പയാൽ എന്ന് പറഞ്ഞാൽ സ്ട്രോ അല്ലെങ്കിൽ പുല്ലൊക്കെയാണ്. അപ്പൊ പുല്ലുപായ. കിടക്കാനൊക്കെ പണ്ട് കാലത്ത് നല്ല ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പുല്ല് കൊണ്ടൊക്കെ ഉണ്ടായിരുന്ന വിരിച്ച് കിടക്കാൻ പറ്റിയ പായകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വ നംഗെ ബദൻ നംഗെ പാവ് ഖേത്തോ മേ ഘൂംന. നംഗെ എന്ന് പറഞ്ഞാൽ ഡ്രസ് ഇല്ലാതെ അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ മിനിമം ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് അന്നത്തെ കുട്ടികളൊക്കെ നടന്നിരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കാൻ പോലും പറ്റുമോ ചെരുപ്പിടാതെ പുറത്തു പോകുന്നത്, ഡ്രസ് ഇടാതെ പുറത്തു പോകുന്നതൊക്കെ? പക്ഷെ പണ്ടത്തെ കുട്ടികളൊക്കെ അങ്ങനെയായിരുന്നു. ഖേത്തോമേ ഗുംന എന്ന് പറഞ്ഞ പാടത്തൊക്കെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു ചെരുപ്പൊന്നും ഇടാതെ. ആം കെ പേടോ പർ ചടന. ആം കെ പേട് എന്ന് പറഞ്ഞ മാംഗോ ട്രീ. മാവിന്റെ മുകളിലൊക്കെ കേറുന്നതും. സാരി ബാത്ത് ആങ്കോ കെ സാമനെ ഫിർ രഹി ഹേ. അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും വരുന്നു. അതായത് എല്ലാം വീണ്ടും വീണ്ടും ലേഖകന് ഓർമ്മ വരുന്നു. मैं अपने चचेरे भाई हल्दर के साथ दूसरे गांव में एक मौलवी साहब के यहाँ पढ़ने जाया करता था. हाँ, ചച്ചേരെ ബായ് എന്ന് പറഞ്ഞ ചാച്ച, അച്ഛന്റെ ബ്രദറിനാണ് ചാച്ച എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മേം എന്ന് പറഞ്ഞ ലേഖകാണ്. ലേഖകിന്റെ കസിൻ ബ്രദർ ചച്ചേരെ ബായ് അച്ഛന്റെ ബ്രദറിന്റെ മോനായിരിക്കാം. ചച്ചേരെ ബായ് എന്താണ് അയാളുടെ പേര്? ഹൽദർ. ഹൽദർ കെ സാത്ത് ദൂസരെ ഗാവ് മേ, വേറെ ഒരു ഗ്രാമത്തിൽ പോയി മൗലവി സാഹബ് കെ യഹാ. ഇന്നത്തെ പോലെ നല്ല നല്ല സ്കൂളുകളൊന്നും തൊട്ടടുത്ത് ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ വേണ്ടിയൊക്കെ കുറേ ദൂരെ പോകണമായിരുന്നു. അപ്പോൾ ചില അധ്യാപകന്മാരോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മൗലവി സാഹിബോ ഒക്കെ ആണ് കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ പോയി വേണം പഠിക്കാൻ. അപ്പോൾ ലേഖകനും അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മേരി ഉമ്ര 8 സാൽ ധി. ഈ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 8 സാൽ, 8 ഇയേഴ്സ് ആയിരുന്നു. ഹൽദർ മുജ്സെ 2 സാൽ ജേട്ടെ ദേ. ഹൽദറിനാണെങ്കിൽ ജേട്ടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ, 2 വയസ്സ്. 2 സാൽ ജേട്ടെ ദേ. അപ്പോ ഹൽദറിന്റെ ഏജ് 10 ഇയേഴ്സ് ആയിരിക്കും അല്ലെ. ഹം ദോനോ പ്രാത് കാൽ മട്ടർ ഓർ ജോ കാ ചബേന ലേത്തെ ദേ. മട്ടർ എന്ന് പറഞ്ഞ ഗ്രീൻ പീസ്, ജോ എന്ന് പറഞ്ഞ ബാർലി, അങ്ങനെയുള്ള കുതിർത്ത ധാന്യങ്ങളൊക്കെ. അപ്പൊ പ്രാത് കാൽ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ മുമ്പേ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ധാന്യങ്ങളും ഒക്കെ ചവച്ചുകൊണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. രാംലീല മേ ബി ആനന്ദ് ആത്താത. രാംലീല എന്ന് പറഞ്ഞ ശ്രീരാമന്റെ ലൈഫിനെയൊക്കെ ബേസ് ചെയ്ത്, ആ സ്റ്റോറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ. പണ്ട് കാലത്തൊക്കെ വളരെയധികം നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും ദീപാവലിയുടെ മുന്നേ ഒക്കെ രാംലീല വരാറുണ്ട്. രാംലീല മേ ബി ആനന്ദ് ആത്താത. അന്നത്തെ കാലത്ത് ഈ രാംലീലയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. മേരെ ഘർ സെ ബഹുത് തോടി ദൂർ പർ രാംലീല മൈതാൻ ദാ. സ്ഥിരമായിട്ട് ഇങ്ങനെ രാംലീലയൊക്കെ നടക്കുന്ന മൈതാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്. അപ്പൊ അങ്ങനത്തെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ബഹുത് തോടി ദൂർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു രാംലീല മൈതാൻ ഉണ്ടായിരുന്നു. ജിസ് ഘർ മേ ലീല പാത്രോं का रूप रंग
भरा जाता था, वह तो मेरे घर से बिल्कुल मिला हुआ था. അതായത് ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ്, ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ, ആക്ടേഴ്സ് ഒക്കെ, അവരുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യുന്ന ആ ഒരു വീട് മേരെ ഘർ സെ ബിൽക്കുൽ മിലാ ഹുവാ ഥാ, എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. 2 बजे दिन से पात्रों की सजावट शुरू होने लगती. രാമലീല നാടകങ്ങളൊക്കെ രാത്രിയാണ് സ്റ്റേജിൽ കളിക്കുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് മുതലേ അതിൽ അഭിനയിക്കുന്ന ആളുകളുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ സ്റ്റാർട്ട് ആവും. 2 बजे दिन എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി. അപ്പൊ തന്നെ ശുരു ഹോനെലെത്തി, സ്റ്റാർട്ട് ആവും. മേ ദോപഹർ സേ ഹി വഹാം ജാ ബൈഠ. നമ്മുടെ ലേഖകനാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ പോയിട്ട് അവരൊക്കെ റെഡി ആവുന്ന സ്ഥലത്തൊക്കെ പോയിരിക്കും. जिस उत्साह में दौड़कर छोटे मोटे काम करता, उस उत्साह में तो आज अपनी പെൻഷൻ ലേനെ ബി നഹി ജാതാ. അന്നൊക്കെ അവിടെ പോയിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ തന്നു കഴിഞ്ഞാൽ, ചോട്ടെ മോട്ടെ കാം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജോലികൾ പോലും അവർ തന്നു കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് നല്ല ഉത്സാഹത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഉത്സാഹം പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ പോലും എനിക്കില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. ലേഖകൻ ജോലിയൊക്കെ ചെയ്ത് പ്രായമായി ഇപ്പൊ റിട്ടയർ ആയിട്ട് മാസാമാസം പെൻഷൻ ഒക്കെ വാങ്ങാൻ പോകും അല്ലെ. അപ്പൊ ആ പൈസ കിട്ടുന്നുള്ള സമയത്ത് വാങ്ങിക്കാൻ പോകുമ്പോൾ പോലും അന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള സന്തോഷം പോലും ഇപ്പോഴില്ല. ഗുല്ലി ഡണ്ട സബ് ഖേലോം കാ രാജാ ഹേ. ഗുല്ലി ഡണ്ട അല്ലെങ്കിൽ ഗില്ലി ഡണ്ട, ഇങ്ങനെയാണ് ആ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയാ ഗുല്ലി ഡണ്ട സബ് ഖേലോം കാ രാജാ ഹേ, ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കളിയാണ് ഗുല്ലി ഡണ്ട. ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട കളിയായിരിക്കും അല്ലെ. अब भी कभी लड़कों को गुल्ली डंडा खेलते देखता हो तो जी लोटपोट हो जाता है कि इनके साथ जाकर खेलने लगो. ഇപ്പോഴും ഏതെങ്കിലും കുട്ടികൾ വഴിയിൽ നിന്ന് ഗുല്ലി ഡണ്ട കളിക്കുന്നത് ദേഖ്താഹോ കണ്ടു കഴിഞ്ഞാ ലോട്ട് പോട്ട് ഹോ ജാത്താ ഹേ, അപ്പൊ ആ ഒരു കളി കളിക്കണം എന്ന് തോന്നിപ്പോവും. പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് കളിക്കാൻ തോന്നും. എന്നിട്ട് എന്താ വിചാരിക്കുക, ഇൻ കേസ് ആ ജാക്കർ ഗേൽനെ ലഗോ, ഇവരുടെ കൂടെ പോയി കളിക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. ना लोन की जरूरत, न कोट की, न धापी की, मजे से किसी पेड़ से एक टहनी काट ली, गुल्ली बना ली और 2 आदमी भी आए तो खेल शुरू हो गया. എന്താ പറയുന്നത്, ഈ ഒരു ഗില്ലി ഡണ്ട എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ വേണ്ടി നാ ലോൺ കി ജറൂരത്, ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടി ലോണും കോട്ടും ഒക്കെ വേണം അല്ലെ. പക്ഷെ ഈ ഗില്ലി ഡണ്ടയ്ക്ക് നാ ലോൺ കി ജറൂരത്, ലോണിന്റെ ആവശ്യമില്ല, ന കോട്ട് കി, കോട്ടിന്റെയും ആവശ്യമില്ല, ന ധാപ്പിക്ക്, ഒരു പ്രത്യേക ബാറ്റിന്റെയോ ഒന്നും ആവശ്യമില്ല. മജേസെ, ഹാപ്പി ആയിട്ട് കിസി പേഡ്സെ, ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയിട്ട് ഏക് ടെഹനി കാട്ട്ലി, ഒരു മരക്കൊമ്പ് പൊട്ടിച്ചെടുക്കുക, ഗുല്ലി ബനാലി, അതുകൊണ്ട് ഗുല്ലി ഉണ്ടാക്കി, और 2 आदमी भी आ गए, കുറെ ആളുകൾ പോലും വേണ്ട, 2 ആളായാലും മതി, तो खेल शुरू हो गया, 2 ആൾക്കാരായാൽ പോലും കളിക്കാൻ പറ്റും. അത്രയും ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് ഗുല്ലി ഡണ്ട. വിലായതി ഖേലോമേ, വിലായതി ഖേലോ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഗെയിംസ്. അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഗ്രാമങ്ങളിലെ കുട്ടികൾ കളിക്കുന്ന ഗെയിമും അതിന്റെ കൂടെ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറിൻ ഗെയിംസും ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് വിലായതി ഖേലോമേ സബ്സെ ബഡാ ഏബ് ഹേ കി ഉൻകെ സാമാൻ മെഹംഗെ ഹോത്തെ ഹേ. അപ്പൊ അങ്ങനത്തെ ഫോറിൻ ഗെയിംസും സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിംസിന്റെ ഒക്കെ മെയിൻ പ്രശ്നം എന്താ, ഉൻകെ സാമാൻ മെഹംഗെ ഹോത്തെ ഹേ, അതിനുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, ബാറ്റ്, ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മെഹംഗെ, വളരെ ചിലവേറിയതാണ്, കൂടുതൽ പൈസ ഉള്ള കാര്യങ്ങളാണ്. पर हम अंग्रेजी चीजों के पीछे ऐसे दीवाने हो रही है कि अपनी सभी चीजों से അരുചി हो गई है. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മള് അംഗ്രേജി ചീസോ എന്ന് പറഞ്ഞാൽ ഫോറിൻ കാര്യങ്ങള്, അതിന്റെ പീച്ചെ ഏസെ ദിവാനെ ഹോ രഹേ ഹേ എന്ന് പറഞ്ഞാൽ അതിനോടൊക്കെ നമുക്ക് ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ്, കൂടുതൽ അതിനോട് അട്രാക്റ്റഡ് ആവും. ഈ അപ്നി സബി ചീസോൻസെ, നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ സ്വന്തം കാര്യങ്ങളെ അരുചി ഹോ ഗയി ഹേ, അതിനോടുള്ള ഇഷ്ടമൊക്കെ പോയി പോവും. അരുചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ആളുകളുടെയും ടേസ്റ്റ്. നമുക്കിപ്പോ അതിനോടൊന്നും താല്പര്യമില്ല, ഇന്ത്യൻ ഗെയിംസിനോടൊന്നും താല്പര്യമില്ല, പുറത്തുള്ള അംഗ്രേജി ചീസോനോടാണ് ഇഷ്ടം കൂടുതൽ. हमारे स्कूल में हर एक
लड़के से 3-4 रुपए सालाना केवल खेलने की ഫീസ് ലീ ജാത്തി ഹെ. സ്കൂളില് ഗെയിംസിന് വേണ്ടി ഇങ്ങനത്തെ ഓരോ ഗെയിംസ് കളിക്കാൻ വേണ്ടി തന്നെ 3-4 റുപേ 3-4 രൂപ ഫീസ് ആയിട്ട് വാങ്ങുമായിരുന്നു. 3-4 രൂപ എന്ന് നിങ്ങൾ ഇന്ന് ആലോചിക്കരുത്. പണ്ടത്തെ കാലത്താണ് 3-4 രൂപയൊക്കെ വളരെ വലിയ പൈസയായിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ നമുക്ക് 3 രൂപയല്ലേ 4 രൂപയല്ലേ എത്ര ചെറിയ പൈസയാന്ന് തോന്നും. പക്ഷെ വളരെ പണ്ട് കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്? ഗില്ലി ഡണ്ടയൊക്കെ പോലത്തെ വളരെ നല്ല ഗെയിംസ് ഇവിടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഫോറിൻ ഗെയിംസിനോടൊക്കെയാണ് താല്പര്യം. ഈ ഫോറിൻ ഗെയിംസിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താ? അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പൈസയാണ്. നമ്മുടെ ഗില്ലി ഡണ്ടയ്ക്കോ കോട്ട് വേണ്ട, ലോണ് വേണ്ട, സ്പെഷ്യൽ ബാറ്റ് വേണ്ട. പിന്നെയോ ഒരു മരത്തിൽ കയറുക, ഒരു കോലൊടിക്കുക, ഗില്ലി ഉണ്ടാക്കുക, എന്നിട്ട് കളിക്കാൻ തുടങ്ങുക. വെറും 2 പേരായാലും കളിക്കാൻ പറ്റും. किसी को यह नहीं सोचता कि भारतीय खेल खिलाए जो बिना दाम കോട്ടി के खेले जाते हैं. അതായത് ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ എന്താ ഒരു ചിന്ത വരാത്തത്? ഈ ഭാരതീയ ഗെയില് കളിക്കണമെങ്കിൽ ബിനാദാം ഒരു പൈസയും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് കളിക്കാലോ. അപ്പൊ ഇങ്ങനത്തെ ഗെയിംസിനെയും പ്രൊമോട്ട് ചെയ്യണ്ടേ? ठीक है गुल्ली से आम फूट जाने का भय रहता है. അതായത് ഈ ഒരു ഗില്ലി കണ്ണിലെങ്ങും തട്ടിയിട്ട് മുറിഞ്ഞാലോ എന്നുള്ള പേടി ഉണ്ടാവും. तो क्या क्रिकेट से सिर टूट जाने का भय नहीं रहता. ഇതുകൊണ്ട് കണ്ണില് തട്ടുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് ബോൾ കൊണ്ട് തല പൊട്ടുന്നുള്ള പേടി വേണ്ടേ? അതുണ്ടാവില്ലേ? अगर हमारे माथे में गुल्ली का दाग आज तक बना हुआ है. അപ്പോ പണ്ട് ഗില്ലി ഡണ്ട കളിച്ച ആളുകളില് അത് തലയിലൊക്കെ കൊണ്ടിട്ട് അതിന്റെ മുറിവ് ആജ് തക് ബനാ ഹുവാ ഹെ ഇപ്പോഴും ഉണ്ടെങ്കിൽ तो हमारे कई दोस्त ऐसे भी है. നമ്മുടെ പല ഫ്രണ്ട്സും ഇങ്ങനെയും ഉണ്ട്. जो दापी को അന്ന് ഉപയോഗിച്ചിരുന്ന ബാറ്റിനെ ഭൈസാഗി സെ ബദൽ ബൈട്ടെ ഇപ്പൊ അത് വാക്കിംഗ് സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. എനിവേ യഹ് തോ അപ്നി അപ്നി രുചി ഹെ. ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തമായിട്ടുള്ള ചോയ്സ് ആണ്. മുझे ഗുല്ലി ഹി സബ് ഖേലോൻ സെ അച്ചി ലഗ്തി ഹെ. എനിക്ക് എന്തായാലും ഗുല്ലി ഡണ്ട എന്ന് പറഞ്ഞ ഗെയിമാണ് ബാക്കി എല്ലാ ഗെയിമിനേക്കാളും ഏറ്റവും ഇഷ്ടം. प्रात काल घर से निकल जाना, पेड़ पर चढ़कर ഡഹർനിയാം കാട്ട്ന ഓർ ഗുല്ലി ഡണ്ട ബനാന. ഓ എന്തൊക്കെ കാര്യങ്ങളാ! രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, മരത്തിൽ കയറുക, പേട് പർ ചടുക്ക, ടഹനിയാം കാട്ട്ന കൊമ്പ് ഒക്കെ പൊട്ടിച്ചെടുക്കുക, ഓർ ഗുല്ലി ഡണ്ട ബനാന ഈ കളിക്കാനുള്ള ഗുല്ലിയും ഡണ്ടയും ഒക്കെ ഉണ്ടാക്കുക. വഹ് ഉത്സാഹ്, വഹ് ലഗൻ, വഹ് ഖിലാഡിയോं के जमघट, वह लड़ाई झगड़े, वह सरल स्वभाव, अमीर गरीब का बिल्कुल भेद न था, अभिमान की गुंजाइश ही न थी. പണ്ടത്തെ കാലങ്ങളിലെ ഓരോ ഓർമ്മകൾ പറയാം. വ ഉത്സാഹ് ആ ഒരു ഉത്സാഹം, വ ലഗൻ ആ ഒരു ഡെഡിക്കേഷൻ, എന്തൊരു ഗെയിമും എന്തൊരു കാര്യത്തിനോടും ഉണ്ടായിരുന്ന ഡെഡിക്കേഷൻ, വ ഗിലാഡിയോ കാ ജംഘട്ട് ആ ഒരു ക്രൗഡ്, അവന്റെ ആൾക്കാരുടെ കുട്ടികളുടെ ഒരു ക്രൗഡ്, വ ലഡായി ജഗഡെ അപ്പൊ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അടികളും വഴക്കും ഒക്കെ ലഡായി ജഗഡെ, വ സരൽ സ്വഭാവം എല്ലാവരുടെയും നൈസ് ആയിട്ടുള്ള സ്വഭാവം, അമീർ ഗരീബ് കാ ബിൽക്കുൽ ഭേദ് ന ഥാ. അവിടെ ഈ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളായിരുന്ന സമയത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അതായത് റിച്ച് ആണോ പുവർ ആണോ എന്ന ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അഭിമാൻ കി ഗുജായിഷി നെയ്ത എനിക്ക് എന്റെ ഈഗോ എന്നോ അല്ലെ അഭിമാനം എന്നൊന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാരും ഉത്സാഹത്തോടെ എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ചായിരുന്നു കളികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. घर वाले बिगड़ रहे हैं, पिताजी चौके पर बैठे रोटियों पर अपना क्रोध उतार रहे हैं. പണ്ട് കാലത്ത് കുട്ടികൾ ഇങ്ങനെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കളിയാ. അവർക്ക് വേറെ ഒരു കാര്യത്തിനെ പറ്റിയും ചിന്ത ഉണ്ടാവില്ല. അപ്പൊ വീട്ടിലുള്ളവർക്കാണ് ഇത് കാണുമ്പോൾ ദേഷ്യം വരും. പിതാജി ചൗക്കെ പർ ബൈഠെ റോട്ടിയാം പർ, അവിടെ അച്ഛൻ അടുക്കളയിൽ ഇരുന്നിട്ട് റൊട്ടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ മുകളിലാണ് സ്വന്തം ദേഷ്യം തീർക്കുന്നത്. നഹാനേക്ക് സുധേ നഖാനേക്ക്, കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല. ഫുൾ ടൈം കളി കളി എന്നുള്ള ചിന്തയായിരുന്നു ആ കാലത്ത്. ഗുല്ലി ഹെ ജറാസി पर उसमें दुनिया भर की मिठाइयों के मिठास और तमाशों का आनंद भरा था.
ഈ ഗുല്ലി ഡണ്ട എന്ന ഗെയിമില് ഗുല്ലിയൊക്കെ വളരെ ചെറിയൊരു സാധനമാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ദുനിയാ ഭർക്കി മിഠായിയോങ്കി മിഠാസ്, ഈ ലോകത്തിലുള്ള മുഴുവൻ മിഠായിയുടെയും സ്വീറ്റ്നെസ്, അതായത് ആ ഗില്ലി കടിച്ചാൽ മധുരം ഉണ്ടാവും എന്നല്ല കേട്ടോ, അതിന്റെ ആ ഓർമ്മകളെ പറ്റി ഇവിടെ ലേഖകൻ പറയാണ്. എത്ര നല്ല മധുരമായ ഓർമ്മകളും ആ ഒരു അന്ന് കാണിച്ചിരുന്ന സന്തോഷവും അതിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ചെറിയൊരു ഗില്ലിയാണെങ്കിലും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. തന്റെ കുട്ടിക്കാലത്തെ പറ്റിയും അന്ന് കളിച്ചുകൊണ്ടിരുന്ന കളികളെ പറ്റിയും ഒക്കെ എത്ര ഇഷ്ടത്തോടെയാണ് പ്രേംചന്ദ് എന്ന ലേഖകൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇതുപോലെ നിങ്ങളും നന്നായിട്ട് ജീവിക്കുക, ഭാവിയിൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല മെമ്മറീസ് ഉണ്ടാവട്ടെ. ബാത്ചീത് കേലിയെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഇതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആൻസർ നോക്കാം. लेखक को रामलीला की तैयारियों में कौन कौन से काम सबसे अधिक उत्साहित करते होंगे? രാമലീല കാണാൻ പോവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവുക? उन्हें पात्रों की सजावट और तैयारियां देखने, അവരുടെ ഒരുക്കങ്ങളും അവരുടെ റെഡി ആവുന്നതും ഒക്കെ കാണാൻ ഇഷ്ടമായിരിക്കും. उनके रूप रंग भरने और छोटे मोटे काम करने में सबसे अधिक उत्साह होता होगा. അവിടെ അവർ മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സ് ഒക്കെ ചെയ്യുന്നതും അതിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതും പിന്നെ അവിടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും ലേഖകന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. आपको लेखक के बचपन की कौन कौन सी बात सबसे अच्छी लगी? നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചപ്പോ നിങ്ങൾക്ക് ലേഖകന്റെ ചെറുപ്പകാലത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? വേ ബാത്തേ ആപ്കോ അച്ഛേ ക്യൂ ലഗി, അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നും കൂടി പറയണം. ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. മുझे उनका पेड़ पर चढ़ना, മരത്തിൽ കയറുന്നത്. ഗേത്തോ മേ ഘൂംന, പാടത്തൊക്കെ കറങ്ങി നടക്കുന്നത്. गुल्ली डंडा खेलना अच्छा लगा क्योंकि वह सादगी और आनंद से भरा बचपन दिखाता है. അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എൻജോയ് ചെയ്ത ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. എനിക്കും അതുപോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. खेलते समय चोट न लगे उसके लिए आप क्या क्या कर सकते हैं? നിങ്ങളും കളിക്കുന്ന സമയത്ത് അപകടമൊന്നും പറ്റാതെ അല്ലെങ്കിൽ മുറിവൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതൽ എടുക്കാൻ പറ്റും? खेलते समय सावधानी रखनी चाहिए, നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് കളിക്കണം. സുരക്ഷാ ഉപകരണവും का उपयोग करना चाहिए, ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. और झगड़ा नहीं करना चाहिए, കുട്ടികളുമായിട്ട് അടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. लेखक के पिता और घर के अन्य सदस्य चौके में बैठे बैठे क्या क्या बातें करते होंगे? ലേഖകന്റെ അച്ഛനും പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവരും ഒക്കെ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവരുടെ കളീനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവുക? लेखक के पिता और घर के अन्य सदस्य चौके में बैठकर इस बात पर चर्चा करते होंगे कि बच्चे पढ़ाई लिखाई छोड़कर दिन भर खेल कूद में लगे रहते हैं. എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഈ കുട്ടികൾ പഠിക്കുന്നുമില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരിക്കും അവർ കുട്ടികളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. पाठ से नीचे दिए गए प्रश्नों के उत्तर अपनी लेखन पुस्तिका में लिखिए. फर्स्ट क्वेश्चन, लेखक के चचेरे भाई हल्दर की आयु कितनी थी? हल्दर ने എത്ര വയസ്സായിരുന്നു? हल्दर लेखक से 2 वर्ष बड़े थे, 2 വയസ്സ് മൂത്തതാ. അപ്പോൾ उनकी आयु 10 वर्ष थी. लेखक ने अपने घर वालों के क्रोध का कारण क्या बताया? വീട്ടിലുള്ളവർക്ക് ദേഷ്യം വരാൻ കാരണം എന്താണെന്നാ ലേഖക് പറഞ്ഞത്? घर वाले इसलिए नाराज थे क्योंकि लेखक दिन भर खेलता था और न नहाते न खाने की सूरत थी. കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഫുൾ ഡേ കളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ദേഷ്യം വന്നത്. लेखक के अनुसार गुल्ली डंडा और विलायती खेलों में क्या अंतर है? ലേഖകനനുസരിച്ച് ഫോറിൻ ഗെയിംസും പിന്നെ ഗുല്ലി ഡണ്ടയൊക്കെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു? गुल्ली डंडा बिना दाम होते हैं जबकि
വിലായത്തി ഖേലോं की सामान महंगे होती है. അപ്പോ ഗുലിഡണ്ടൊക്കെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിനൊരു പൈസയും ചെലവാവില്ല. രണ്ടാൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കളിക്കാനും പറ്റും. പക്ഷേ വിലായത്തി ഖേലോं की सामान महंगे होते हैं. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. इस पाठ में लेखक ने अपने बचपन के किन किन अनुभवों को याद किया. ഈ ഒരു ചാപ്റ്ററിൽ ലേഖക് ചെറുപ്പകാലത്തെ ഏതൊക്കെ കാര്യങ്ങളെയാണ് ഓർത്തിരിക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ്? उन्होंने अपना गांव, पढ़ाई के दिन, रामलीला, गुल्ली डंडा और अपने परिवार के अनुभवों के याद किया है. ഈ കാര്യങ്ങളൊക്കെയാണ് ഓർത്തിരിക്കുന്നത്. സമജ് ആർ അനുഭവ്. ഇവിടെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. लेखक के बचपन के कौन कौन से काम आपने भी किए हैं. ലേഖക് ചെയ്ത ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ അത് എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ നോക്കാം. पेड़ों पर चढ़ना, മരത്തിൽ കയറുക, दोस्तों के साथ खेलना, ഇതെല്ലാരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? घर के पास घूमना, വീടിന്റെ അടുത്തൊക്കെ കറങ്ങി നടക്കുക. लेखक अपने बचपन में खेलने के लिए स्वयं गुल्ली बना लेते थे. ചെറുപ്പത്തില് ലേഖക് കളിക്കാൻ വേണ്ടി സ്വയം ഗുല്ലി ഉണ്ടാക്കുമായിരുന്നു. आप कौन कौन से खेल खिलौने स्वयं बना लेते हैं. നിങ്ങൾ കളിക്കാൻ വേണ്ടി എന്തൊക്കെ കളിപ്പാട്ടങ്ങളാണ് സ്വയം ഉണ്ടാക്കിയിട്ടുള്ളത്? किसी एक तो बनाकर कक्षा में लेकर आइए और अपने समूह के साथ मिलकर खेलिए. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. അപ്പൊ ഏതാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ സ്വയം എഴുതുക. ഒരു എക്സാമ്പിൾ നോക്കാം. കാഗസ് കി നാവ്, പേപ്പർ ബോട്ട്, ഗേന്ദ് ബോള്, ലക്കടി കാ ബല്ല, മരക്കൊണ്ടുള്ള ബാറ്റ്, പതംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളത് എഴുതുക. अनेक बच्चे कपड़े धोने के लिए काम में आने वाले धापी को बल्ले की तरह उपयोग कर लेते हैं. വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ബല്ലേക്ക് തര ബാറ്റ് പോലെ ഉപയോഗിക്കാറുണ്ട്. आप अपने घर या पास पड़ोसी की किन वस्तुओं को खेल खिलौने की तरह उपयोग में लेते हैं. അതുപോലെ നിങ്ങളും കളിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? പുരാനെ ബർത്തൻ, പഴയ പാത്രങ്ങൾ, ഡിബ്ബെ, ലക്കടി കെ ടുക്കടെ, മരത്തിന്റെ കഷ്ണം, ഗേന്ദ് ബോള് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇതുപോലെ നിങ്ങൾ എന്തൊക്കെയാ ഉപയോഗിക്കുക അതൊക്കെ എഴുതുക. लेखक बचपन में अनेक काम उत्साह से दौड़ दौड़ कर किया करते थे. ലേഖക് പണ്ട് പല കാര്യങ്ങളും ഉത്സാഹത്തോടെ ഓടി ഓടി ചെയ്യായിരുന്നു. आप कौन से काम बहुत उत्साह से करते हैं. നിങ്ങൾ ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ നോക്കാം. ചിത്ര ബനാന, ഖേൽന, दोस्तों के साथ कुछ नया करना. ഇതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ എഴുതാം. मिलान कीजिए. नीचे दिए गए चित्रों का उनके उपयुक्त विवरण मिलान कीजिए. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ റൈറ്റിൽ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷനുമായിട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് എന്താണ്? ആളുകൾ വെറുതെ നടക്കുകയാണ് അല്ലെ? എന്താണത്? ഭ്രമൺ കർണ അഥവാ ഇതർ ഉദർ ചലന, വെറുതെ അവർ കറങ്ങി നടക്കുകയാണ്. രണ്ടാമത്തേത് എന്തോ ധാന്യം മുളപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചബാക്കർ ഖാനെ കെ ലിയെ ബുനാ ഹുവ അനാജ്, ധാന്യം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതൊരു ബാറ്റ് ആണല്ലോ. കാട്ട് കാ ചപ്പടെ ഓർ ചോടെ സിരേ കാ ഡണ്ട, മരം കൊണ്ട് വെട്ടിയുണ്ടാക്കിയ ബാറ്റ് ആണ്. അടുത്തതോ एक समुद्री कीड़े का घोल जिसे पुराने समय में मुद्रा की तरह उपयोग करते थे. ഇത് സീഷെൽസ് ആണ്. ഇവിടെ എക്സസൈസിൽ ഇനി ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.